ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ പച്ച മീനൊക്കെ വാങ്ങില്ലേ, ആ വാങ്ങുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഒരുപാട് മീനൊക്കെ ഒറ്റ ടൈമിൽ വാങ്ങും. അപ്പോൾ അതൊക്കെ എങ്ങനെ കുറേ ദിവസമൊക്കെ ഇരുന്നാലും ഫ്രീസറിൽ വെച്ചാലും ഒരു ടേസ്റ്റ് മാറ്റം വരും. ഇനി അത് എങ്ങനെയാണ് ഫ്രീസറിൽ നമുക്ക് ഒരുപാട് ദിവസം എങ്ങനെ വെക്കാൻ നോക്കാം കേട്ടോ, ടേസ്റ്റ് ഒന്നും പോവാതെ എങ്ങനെ വെക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ബോക്സ് എടുക്കുക. അതിൻ്റെ ടോപ്പൊക്കെ നല്ല ടൈറ്റ് ആയിരിക്കണം, പൊട്ടിയതോ അല്ലെങ്കിൽ ടൈറ്റ് അല്ലാത്ത ടോപ്പ് ഒന്നും ആവാൻ പാടില്ല. അപ്പോൾ അതിലേക്ക് നമ്മൾ ഏത് മീനും ആയിക്കോട്ടെ ക്ലീൻ ചെയ്തിട്ട് വേണം കേട്ടോ വെക്കാൻ. ക്ലീൻ ചെയ്ത് ഫ്രഷായ മീൻ വേണം എടുത്ത് വെക്കാൻ. അതുപോലെ തന്നെ ബോക്സിൽ നിറച്ചിങ്ങനെ ഇതാക്കി വെക്കരുത്, കുറച്ച് സ്പേസ് വിട്ടിട്ട് ലൂസായിട്ട് തന്നെ വെക്കണം, കുത്തി നിറച്ചിട്ട് വെക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ മീനും, ഇത് വലിയ ബോക്സാണ്, എല്ലാ മീനും അതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ അത് മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ നമ്മൾ അതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആ മീൻ ഇങ്ങനെ മുങ്ങിക്കെടുക്കണം, അത് മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ വെള്ളം അതിലൊഴിച്ച് കൊടുക്കുക. ഫുള്ളായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുക, മുങ്ങിക്കെടുക്കണം. അത് വെച്ചതിന് ശേഷം പിന്നെ അത് മൂടി നമ്മൾക്ക് അത് ഫ്രീസറിൽ വെക്കുക. അത് എത്ര ദിവസം കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അതെടുത്തിട്ടൊന്ന് പുറത്ത് വെക്കുക, ഉപയോഗിക്കാൻ കുറച്ച് മുന്നേ എടുത്ത് വെക്കുക. പിന്നെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ആക്കിയാൽ മതി, നമ്മൾ ഓൾറെഡി ക്ലീൻ ആക്കി വെച്ചതല്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ടേസ്റ്റ് മാറ്റമൊന്നുമില്ലാതെ കുറേ ദിവസം, ഒരു മാസം വരെയൊക്കെ ഫ്രഷ് ആയിട്ട് തന്നെ ആയിരിക്കും, ഒരു ടേസ്റ്റ് മാറ്റം ഉണ്ടാവില്ല, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ആയിരിക്കും. ടോപ്പൊക്കെ എപ്പോഴും നല്ല ടൈറ്റായിട്ട് തന്നെ വേണം കേട്ടോ, നല്ല ടൈറ്റായിട്ടിരിക്കണം, ലൂസ് ആവാൻ പാടില്ല. ഇതിൻ്റെ അടുത്ത രണ്ടാമത്തെ ടിപ്പ് എന്താ വെച്ചാൽ നമ്മൾ ഇതേപോലെ ഫ്രഷ് ആയിട്ട് വാഷ് ചെയ്ത് വെച്ച ഫിഷ് ഇതേപോലെ വെള്ളമാക്കി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ നുള്ളിൽ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ആ ടോപ്പൊക്കെ നല്ല ടൈറ്റാക്കിയിട്ട് മൂടി വെച്ചിട്ട് ഇതുപോലെ ഫ്രീസറിൽ നമുക്ക് കൊണ്ടുപോയിട്ട് എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഈ രണ്ട് ടിപ്പാണുള്ളത്. ഇനി ബീഫ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നന്നായിട്ട് വാഷ് ചെയ്യുക, ബ്ലഡൊക്കെ കളഞ്ഞ് വാഷ് ചെയ്യുക. വിനെഗർ ഇട്ട് വാഷ് ചെയ്താൽ ഏറ്റവും ബെറ്ററാണ്. വിനെഗറൊക്കെ ഇട്ട് നല്ല വാഷ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു ബോക്സിലേക്ക് ഇട്ട് വെച്ചിട്ട് വെള്ളം അതിൽ മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് അതും ഇതുപോലെ കുറേ ദിവസം ഇരിക്കും കേട്ടോ. നല്ല ഒരു ടേസ്റ്റ് മാറ്റും, നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. നാട്ടിലിപ്പോൾ എപ്പോഴും നമുക്ക് മീൻ കിട്ടുന്നതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ആരും അങ്ങനെ സ്റ്റോർ ചെയ്തിട്ടൊന്നും വെക്കുന്നുണ്ടാവില്ല, ഒരാഴ്ച രണ്ടാഴ്ച ഒന്നും വെക്കുന്നുണ്ടാവില്ല. പക്ഷേ പുറം രാജ്യക്കാരൊക്കെ ആണെങ്കിൽ നമ്മളെന്ത് ചെയ്യും, ഷോപ്പിന് പോയിട്ടുണ്ടെങ്കിൽ മീൻ 2-3 ഐറ്റംസ് വാങ്ങി ചിലപ്പോൾ 1-2 ആഴ്ച യൂസ് ചെയ്യുന്നതൊക്കെ ഉണ്ടാവും, എപ്പോഴും പോകാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഒരുപാട് യൂസ്ഫുള്ളാണ്. ഇതേപോലെ ചെയ്ത് വെച്ചാൽ മതി. ജസ്റ്റ് ചിലവരൊക്കെ നേരിട്ട് കവറിലാണ്ട് വെച്ച് റാപ്പ് ചെയ്ത് ഓരോരോ ഐറ്റംസ് ആക്കി ഇത് വേർതിരിക്കും, എന്നിട്ട് കവറിൽ വെക്കും, അങ്ങനെയല്ല. അപ്പോൾ അത് ഇങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. അപ്പോൾ ഇത്ര നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.